നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. മുല്ലപ്പെരിയാർ ഉപസമിതി അംഗങ്ങൾ അണക്കെട്ടിൽ സന്ദർശനം നടത്തി. ജലനിരപ്പ് 142 അടിയാക്കി ഉയർത്തുമെന്ന് തമിഴ്നാട് പ്രതിനിധികൾ. ജനങ്ങളുടെ സുരക്ഷ കേരളത്തിന്റെ ഉത്തരവാദിത്വമാണെന്നും തമിഴ്നാട്. ഇടുക്കി ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. വ്യാജ അവധി പ്രചരണങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ ജീവൻ ബാബു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ആനിയമ്മ ജോസഫ് രാജിവെച്ചു. രാജി UDF ധാരണ പ്രകാരം. ഇനിയുള്ള 2.5 വർഷം പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിന്. കട്ടപ്പനയിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൽ നിന്നും ഉപകരണങ്ങൾ നീക്കം ചെയ്യാനുള്ള ഉദ്യോഗസ്ഥരുടെ നീക്കം പൗരസമിതി തടഞ്ഞു. ഇടുക്കി താലൂക്കിന്റെ ഓഫീസ് കട്ടപ്പനയിൽ നിലനിർത്തുമെന്ന് സർക്കാർ. വാർത്തകൾ വിശദമായി. മുല്ലപ്പെരിയാർ ഉപസമിതി അംഗങ്ങൾ അണക്കെട്ടിൽ സന്ദർശനം നടത്തി. ജലനിരപ്പ് 142 അടിയാക്കുമെന്ന് കുമളിയിൽ ചേർന്ന യോഗത്തിൽ തമിഴ്നാട് പ്രതിനിധികൾ പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് അനുവദനീയ സംഭരണശേഷിയായ 142 അടി വരെ ഉയർത്താനാണ് തമിഴ്നാടിന്റെ നീക്കം. ജനങ്ങളുടെ സുരക്ഷയുടെ ഉത്തരവാദിത്വം കേരളത്തിനാണെന്നാണ് തമിഴ്നാടിന്റെ നിലപാട്. നിലവിൽ 133 അടിയാണ് അണക്കെട്ടിലെ ജലനിരപ്പ്. സെക്കൻഡിൽ 5941 ഖനയടി വെള്ളമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ ജലനിരപ്പ് ഇനിയും ഉയരും. സെക്കൻഡിൽ 1878 ഖനയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നു. ഇത് വർദ്ധിപ്പിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യവും തമിഴ്നാട് തള്ളി. അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിലാണ് ഉപസമിതി അടിയന്തരമായി അണക്കെട്ട് സന്ദർശിച്ചത്. മെയിൻ ഡാം, അണക്കെട്ടിന്റെ സ്പിൽവേ, ഷട്ടർ എന്നിവയാണ് ഉപസമിതി പരിശോധിച്ചത്. മിനിറ്റിൽ 108.92 ലിറ്ററാണ് സീപ്പേജ് വെള്ളത്തിന്റെ അളവ്. അതേസമയം ഷട്ടർ ഓപ്പറേറ്റിംഗ് മാനുവൽ തമിഴ്നാട് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. തമിഴ്നാടിന്റെ നിഷേധാത്മക നിലപാട് മേൽനോട്ട സമിതിയെ അറിയിക്കാനാണ് കേരളത്തിന്റെ തീരുമാനം. ഇടുക്കി ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. 17 വർഷത്തെ കൂടിയ മഴയാണ് കഴിഞ്ഞ ദിവസം ജില്ലയിൽ പെയ്തത്. കാലവർഷം കനത്തതോടെ ഇടുക്കി ഉൾപ്പെടെയുള്ള സംഭരണികളിൽ ജലനിരപ്പ് അതിവേഗം ഉയർന്നു. ഇടുക്കിയിൽ 17 വർഷത്തിനുള്ളിലെ ഏറ്റവും വലിയ മഴയാണ് കഴിഞ്ഞ ദിവസം പെയ്തത്. തിങ്കളാഴ്ച 153.4 മില്ലിമീറ്റർ മഴ പദ്ധതി പ്രദേശത്ത് പെയ്തു. ഇതിനു മുമ്പ് 2001 ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. ഇടുക്കി സംഭരണിയിൽ 33 വർഷത്തിനിടയിൽ ഉണ്ടായ ഏറ്റവും കൂടിയ ജലനിരപ്പാണ് ഇപ്പോഴുള്ളത്. കാലവർഷം തുടങ്ങി 50 ദിവസത്തിനുള്ളിൽ 1664.2 മില്ലിമീറ്റർ മഴ ലഭിച്ചു. കഴിഞ്ഞ വർഷം ഇത് 813.8 മില്ലിമീറ്റർ ആയിരുന്നു. മൂന്നാർ, ദേവികുളം, പീരിമേട് എന്നിവിടങ്ങളിൽ യഥാക്രമം 202, 189 മില്ലിമീറ്റർ മഴ പെയ്തതും റെക്കോർഡാണ്. ഇടുക്കിയിൽ ഒരു ദിവസം കൊണ്ട് 4 അടി വെള്ളമാണ് ഉയർന്നത്. ഇടുക്കി അണക്കെട്ടിൽ ഇപ്പോഴുള്ള ജലനിരപ്പ് 2371.28 അടിയാണ്. ആകെ സംഭരണശേഷി 2403 അടിയാണ്. ശേഷിയുടെ 65.25% വെള്ളം ഇപ്പോൾ അണക്കെട്ടിലുണ്ട്. മഴ ശക്തമായി തുടർന്നാൽ ഇത്തവണ സംഭരണി നിറയാനും സാധ്യതയുണ്ട്. ഇടുക്കി ഡാം നിർമ്മിച്ച ശേഷം 1981-ലും 92-ലും മാത്രമാണ് ഷട്ടറുകൾ തുറക്കേണ്ടി വന്നത്. കഴിഞ്ഞ ദിവസം മൂലമറ്റത്തെ ഉൽപാദനം 2.065 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 130 അടി പിന്നിട്ടു. അണക്കെട്ടിലേക്ക് സെക്കൻഡിൽ 5653 ഖനയടി വെള്ളം ഒഴുകിയെത്തുമ്പോൾ 1800 ഖനയടി തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. ചെറു സംഭരണികളും മൂന്നാർ ഹെഡ്വർക്സ് ഡാം, കല്ലാർകുട്ടി, ലോവർ പെരിയാർ എന്നീ ഡാമുകളും തുറന്നുവിട്ടിരിക്കുകയാണ്. വ്യാജ അവധി പ്രചരണങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ ജീവൻ ബാബു. നവമാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ കളക്ടർ പോലീസിന് നിർദ്ദേശം നൽകി. ഫേസ്ബുക്ക്, വാട്സപ്പ് പോലുള്ള നവമാധ്യമങ്ങളിലൂടെ ജില്ലാ കളക്ടറുടെ പേരിൽ വ്യാജ അവധി വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും. ഇത്തരക്കാർക്കെതിരെ IT ആക്ട്, ക്രിമിനൽ നടപടി നിയമങ്ങൾ എന്നിവ പ്രകാരം നടപടികൾ സ്വീകരിക്കാൻ പോലീസിന് ജില്ലാ കളക്ടർ ജീവൻ കെ ബാബു നിർദ്ദേശം നൽകി. വ്യാജ അവധി പ്രചരണങ്ങൾ മൂലം പൊതുജനങ്ങൾക്കും അധികൃതർക്കും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഒഴിവാക്കാൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് മുഖേന നൽകുന്ന ഔദ്യോഗിക അറിയിപ്പുകൾ അല്ലാതെ
മറ്റു കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കി വാർത്തകൾ നൽകുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുതെന്നും പൊതുജനങ്ങളുടെ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ മാധ്യമപ്രവർത്തകരുടെ സഹകരണം ഉണ്ടാകണമെന്നും ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും മഴക്കെടുതി തുടരുന്നു. നിരവധി വീടുകൾ തകർന്നു. പലയിടങ്ങളിലും മരം വീണും മണ്ണിടിഞ്ഞും ഗതാഗതം തടസ്സപ്പെട്ടു. കാഞ്ചിയാർ അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള റോഡിൽ വൻമരം കടപുഴകി വീണു. അഞ്ചുരുളിയിലെ ടണലും ജലാശയവും കാണാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിരുന്നത്. മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടതോടെ ഇവരും കുടുങ്ങി. കട്ടപ്പനയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി. പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ JCB ഉപയോഗിച്ച് തടികൾ നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അയ്യപ്പൻകോവിലിൽ തിട്ടയിടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായി. മേരികുളം ചേമ്പളം പ്ലാത്തറയിൽ പൊന്നച്ചന്റെ വീടാണ് തിട്ടയിടിഞ്ഞ് അപകടാവസ്ഥയിലായത്. വലിയ ഉയരത്തിലുള്ള മൺതിട്ട ഇടിഞ്ഞു വീണ് വീടിന്റെ വർക്കേരിയ പൂർണ്ണമായും തകർന്നു. 1.5 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. 1 വർഷം മുമ്പ് മാത്രമാണ് ഈ വീട് നിർമ്മിച്ചത്. വീടിന് പിന്നിലെ മണ്ണ് വീണ്ടും ഇടിയുന്ന അവസ്ഥയിലാണ്. ഇന്നലെ രാവിലെ 8 മണിയായപ്പം ആണ് ഇത് മണ്ണിടിഞ്ഞ് വീണത്. പിന്നെ ഞാൻ വൈകിട്ട് ഒരു കുറച്ച് ഭാഗം ഇടിഞ്ഞായിരുന്നു. ഇന്നലെ രാവിലെ ആയപ്പം ഒരു കല്ലുമൊക്കെ ആയിട്ട് പെട്ടെന്ന് വന്നിരിഞ്ഞ് വർക്കേരിയ കൂടെ ആ ഭാഗം ഇടിയായിരുന്നു. ഇനിയിപ്പം വീണ്ടും ഇടിയാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം മണ്ണ് അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കുന്നത്. മുനിയറ CMS വാർഡ് വള്ളക്കടവ് റോഡിൽ കനത്ത മണ്ണിടിച്ചിലുണ്ടായി. വാഴയിൽ CC ജോർജിന്റെ വീടിന്റെ മുൻവശത്തെ മൺതിട്ട റോഡിലേക്ക് ഇടിഞ്ഞു വീണു. വീടിന്റെ മുറ്റം വിണ്ടുകീറിയ നിലയിലാണ്. പുറകുവശവും മുൻവശവും ഇടിഞ്ഞ് ഒരു വലിയ ഭീഷണിയിലാണ്. റോഡ് ഇപ്പം ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ആ റോഡും തടസ്സമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് വലിയൊരു ഭീഷണിയാണ്. ഇപ്പോൾ ഇവിടെ താമസിക്കാനായിട്ടുള്ളൊരു പ്രയാസത്തിന്റെ സ്ഥിതിയിലാണ്. കുന്നിൻപുറത്തെ വീടിന്റെ പിന്നിലും മണ്ണിടിച്ചിലുണ്ടായതിനാൽ വീടും അപകടാവസ്ഥയിലാണ്. ഇരട്ടയാർ ശാന്തിഗ്രാം പാലം അപകടാവസ്ഥയിലായി. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ പാലത്തിൽ വൻ ഗർത്തമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇരട്ടയാർ ശാന്തിഗ്രാം പാലം തകർച്ച നേരിടുകയാണ്. കഴിഞ്ഞ ദിവസത്തെ മഴയിലാണ് പാലത്തിൽ വൻ ഗർത്തം രൂപപ്പെട്ടത്. ദിനപ്രതി 100 കണക്കിന് വാഹനങ്ങളും സ്കൂൾ കുട്ടികളടക്കം നിരവധി യാത്രക്കാരും കടന്നുപോകുന്ന പാലമാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. മാത്രവുമല്ല, പാലത്തിനോട് ചേർന്നുള്ള കൽക്കെട്ടും തകർന്ന നിലയിലാണ്. നിരവധി വലിയ വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. പാലം പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും താൽക്കാലികമായെങ്കിലും പാലത്തിലെ ഈ കുഴിയടച്ച് കൂടുതൽ അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇരട്ടയാർ പാലത്തിന്റെ സൈഡിലൊരു വലിയ ഗർത്തം ഈ മഴക്കാലത്തുണ്ടാവുകയും അത് കെട്ടുകൾ ഇടിഞ്ഞ് കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ വളരെ അടിയന്തരമായി ഈ പാലത്തിൻ്റെ കെട്ടല്ല, പുതിയതായി പാലം നിർമ്മിച്ചില്ല എങ്കിൽ അത് ഇരട്ടയാറിനിപ്പുറത്തുള്ള ഇരട്ടയാർ പഞ്ചായത്തിൻ്റെ 7-8 വാർഡുകൾ പെടുന്ന പ്രദേശമൊക്കെ ആളുകൾക്ക് എത്തിപ്പെടാൻ, ഇരട്ടയാർ പഞ്ചായത്ത് ആസ്ഥാനത്ത് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ ഉള്ള അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. കുടിയിറക്കിന്റെ കാലത്താണ് ഈ പാലം നിർമ്മിച്ചത്. 40 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ പാലത്തിന്. കുഴിയടച്ച് പാലം ഗതാഗതയോഗ്യമാക്കിയില്ലെങ്കിൽ വൻ ദുരിതത്തിനാകും പ്രദേശം സാക്ഷിയാകേണ്ടി വരിക. ദേശീയപാതയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വണ്ടിപ്പെരിയാർ കവലയിലും നെല്ലിമലയിലും നിർമ്മിച്ച മതിൽക്കെട്ട് പൊളിച്ചു നീക്കി. 2016 ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മതിലാണ് റവന്യൂ അധികൃതർ പൊളിച്ചത്. കഴിഞ്ഞ 2 ആഴ്ചയായി കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ കക്കിക്കവല മുതൽ നെല്ലിമല വരെ 2 കിലോമീറ്റർ ദൂരത്തിൽ വെള്ളം കയറുകയും ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളുടെ വീടുകളിലും വെള്ളം കയറി. തോട്ടം മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രമായ ചുരക്കുളം ആശുപത്രിയിൽ വെള്ളം കയറിയതിനാൽ രോഗികൾക്ക് എത്താൻ കഴിയാതെ വന്നു. കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാത വഴി കടന്നുപോകുന്ന മുഴുവൻ യാത്രക്കാരും 50 കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയിലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊടുവിൽ ജില്ലാ പഞ്ചായത്ത് പണി കഴിപ്പിച്ച 15 ലക്ഷം രൂപയുടെ മതിൽകെട്ട് പൊളിച്ചു കളയാൻ തീരുമാനിച്ചത്. കക്കിക്കവല ഭാഗത്ത് മതിൽകെട്ടിന്റെ പകുതി ഭാഗം പൊളിച്ചപ്പോൾ തോട്ടിലൂടെ ഒഴുകേണ്ട വെള്ളം കൂടുതലായി റോഡിലേക്ക് കയറാൻ തുടങ്ങി. ഇതോടെ മതിൽ പൊളിക്കുന്നത് നിർത്തി. പെരിയാർ നദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൈത്തോടായ പെരിയാർ ചോറ്റുപാറ കൈത്തോട് മിക്ക സ്ഥലങ്ങളിലും 10 മീറ്റർ വീതിയുണ്ടായിരുന്നത് ഇപ്പോൾ 2-3 മീറ്റർ വീതിയായി കുറഞ്ഞു. പൊതുജനങ്ങൾ കയ്യേറിയിരിക്കുന്ന ഭൂമി തിരിച്ചുപിടിച്ച് റോഡിന് വീതി കൂട്ടി തോട് സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ആനിയമ്മ ജോസഫ് രാജിവെച്ചു. UDF ധാരണ പ്രകാരമാണ് രാജി.
ഇനിയുള്ള 2.5 വർഷം കോൺഗ്രസിനാണ് ഇരട്ടയാറിൽ പ്രസിഡന്റ് സ്ഥാനം. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ ആകെ 14 വാർഡുകളുള്ളതിൽ UDF-ന് 8ഉം LDF-ന് 6ഉം അംഗങ്ങളാണുള്ളത്. ആദ്യ 2.5 വർഷം കേരള കോൺഗ്രസിനും തുടർന്നുള്ള 2.5 വർഷം കോൺഗ്രസിനും പ്രസിഡന്റ് സ്ഥാനം നൽകാനായിരുന്നു ധാരണ. ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസിലെ ആനിയമ്മ ജോസഫ് പ്രസിഡന്റായി. ധാരണ പ്രകാരമാണ് ഇപ്പോൾ ആനിയമ്മ ജോസഫ് രാജിവെച്ചത്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിനെ സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്താക്കി മാറ്റാൻ കഴിഞ്ഞതായി പ്രസിഡന്റ് പറഞ്ഞു. ഈ 2.5 വർഷക്കാലം ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അത് ഏറ്റവും നന്നായിട്ട് നടത്താൻ സാധിച്ചത്, തുടങ്ങി വയ്ക്കാൻ സാധിച്ചത് നമ്മുടെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് ഓഫീസിൻ്റെ നിർമ്മാണമാണ്. അത് അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നു. ഈ മാർച്ച് മാസത്തോടുകൂടി പൂർത്തീകരണത്തിലെത്തി നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് അങ്ങോട്ട് മാറാമെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഒരു വാർഡിലല്ല 14 വാർഡിലും ഒരുപോലെ ഫണ്ടുകളൊക്കെ വീതിച്ചു കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി തന്നെ എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. 2.5 വർഷം കഴിയുമ്പോൾ ആദ്യം വൈസ് പ്രസിഡന്റ് രാജിവെക്കുമെന്നായിരുന്നു ധാരണയെന്നും എന്നാൽ കോൺഗ്രസ് ഈ ധാരണ പാലിക്കാതിരുന്നതിനാൽ ആദ്യം പ്രസിഡന്റ് രാജിവെക്കുകയായിരുന്നെന്നും കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോസുകുട്ടി കണ്ണമുണ്ടയിൽ പറഞ്ഞു. പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആദ്യം രാജിവെക്കുകയും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തി കേരള കോൺഗ്രസിലെ ലാരിച്ചൻ വെള്ളക്കട വൈസ് പ്രസിഡന്റ് ആകുന്ന സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ആ ധാരണയ്ക്ക് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി അവസാന സമയത്ത് തയ്യാറാവാത്ത സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു ധാരണ പറഞ്ഞിട്ടില്ല എന്നാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം, ഇപ്പോഴത്തെ നേതൃത്വം അറിയിച്ചത്. ആ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ഒരു വാക്കുവ്യത്യാസം കാണിച്ചുവെന്ന് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇന്ന് രാജിവെക്കാനായിട്ട് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ച് നിർദ്ദേശം നൽകിയത്. അതനുസരിച്ചാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചിട്ടുള്ളത്. അടുത്ത പ്രസിഡന്റായി കോൺഗ്രസിലെ റാണി ജോസഫ് തെരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത. വൈസ് പ്രസിഡന്റ് റിജി ഇലിപ്പുലിക്കാട്ട് രാജിവെച്ചാൽ പകരമായി കേരള കോൺഗ്രസ് പ്രതിനിധി ലാലിച്ചൻ വള്ളക്കട ഈ സ്ഥാനത്തെത്തും. കട്ടപ്പനയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൽ നിന്നും ഉപകരണങ്ങൾ നീക്കം ചെയ്യാനുള്ള ഉദ്യോഗസ്ഥരുടെ നീക്കം പൗരസമിതി തടഞ്ഞു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമാണ് പ്രതിഷേധവുമായി എത്തിയത്. വർഷങ്ങളായി കട്ടപ്പനയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് കട്ടപ്പനയിൽ നിന്നും മാറ്റുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു. നിലവിൽ ഈ ഓഫീസ് ഇടുക്കി, ഉടുമ്പൻചോല താലൂക്കുകളുടെ സംയുക്ത ഓഫീസായാണ് പ്രവർത്തിച്ചിരുന്നത്. ഹൈറേഞ്ചിന്റെ സ്ഥിരാകേന്ദ്രവും ജില്ലയിലെ പ്രധാന വാണിജ്യ കേന്ദ്രവുമായ കട്ടപ്പനയിലെ വിലവിവരങ്ങളാണ് ദിവസവും റിപ്പോർട്ട് ചെയ്തിരുന്നത്. കട്ടപ്പനയിൽ നിർമ്മാണം പൂർത്തിയാക്കുന്ന മിനി സിവിൽ സ്റ്റേഷനിൽ ഈ ഓഫീസ് പ്രവർത്തിക്കുന്നതിനാവശ്യമായ സ്ഥലവും മാറ്റിവെച്ചിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് ഓഫീസ് കട്ടപ്പനയിൽ നിന്ന് നെടുങ്കണ്ടത്തേക്ക് മാറ്റിയത്. ഇതിനെതിരെ കട്ടപ്പന പൗരാവലിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു. ഇടുക്കി താലൂക്കിലെ 8 വില്ലേജുകളുടെയും ഉടുമ്പൻചോല താലൂക്കിലെ 11 മാർക്കറ്റുകളുടെയും മാർക്കറ്റ് നിരക്കുകളുടെ സർവേക്കായുള്ള ഓഫീസ് ചില ഉദ്യോഗസ്ഥരുടെ നിക്ഷിപ്ത താല്പര്യം കൊണ്ടാണ് നെടുങ്കണ്ടത്തേക്ക് മാറ്റുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ് പറഞ്ഞു. താലൂക്ക് വിഭജനം ഉണ്ടായി കേരളത്തിൽ 17 താലൂക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു താലൂക്കിലും ഇല്ലാത്തൊരു പ്രശ്നമാണ് ഈ ഇടുക്കി താലൂക്കിലും ഉടുമ്പൻചോല താലൂക്കിലും ഈ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നെടുങ്കണ്ടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ കുറേ അവിടുത്തെ പ്രദേശവാസികളായ കുറേ ഉദ്യോഗസ്ഥന്മാരുടെയും ജീവനക്കാരുടെയും ഒരു ചെറിയ രാഷ്ട്രീയ ലോബിയുടെ ഒരു മൽപ്പിടുത്തത്തിലാണ് ഈ പ്രശ്നം ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനകത്ത് അറ്റൻഡൻസ് രജിസ്റ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ ഈ മാസം 1-ാം തീയതി ഇവിടുന്ന് മാറ്റിക്കൊണ്ട് പോയി. ഇതിന് മുമ്പൊരു പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മളിവിടെ തടഞ്ഞിരുന്നു, ആഫീസ് നിലനിന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് കൊണ്ടുപോയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇവിടുത്തെ ഉപകരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടി രാവിലെ വന്നപ്പോൾ CPM-ന്റെ പ്രവർത്തകരും മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരും എല്ലാം വ്യാപാരി വ്യവസായങ്ങളെ കൂടി ഈ ഒരു നീക്കം തടഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇടുക്കി താലൂക്കിൽ പ്രവർത്തിക്കേണ്ട ആഫീസ് എന്നുള്ള നിലയ്ക്ക് ആഫീസ് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഇവിടെ വന്നതിന് ശേഷം മാത്രമേ ഈ ഉപകരണങ്ങളും മറ്റുള്ള സംവിധാനങ്ങളും വിട്ടുകൊടുക്കാൻ ഈ നാട്ടുകാർ തയ്യാറുള്ളൂ. ഇടുക്കി താലൂക്കിലെ ഓഫീസ് കട്ടപ്പനയിൽ പ്രവർത്തിക്കുമെന്ന് സർക്കാർ തലത്തിൽ ഉറപ്പ് ലഭിച്ചതായി CPM നേതാക്കൾ പറഞ്ഞു. കട്ടപ്പനയിൽ ഇടുക്കി താലൂക്കിന്റെ ഭാഗമായ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പ്രവർത്തിപ്പിക്കാമെന്നാണ് ഗവൺമെന്റ് ബന്ധപ്പെട്ട ആളുകൾക്ക് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശവും ഉറപ്പുമല്ല. അതിന് വിരുദ്ധമായി ചില ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിച്ചപ്പോഴാണ് അതരുത് എന്ന് പറയാൻ ഞങ്ങളിവിടെ വന്നത്. അവർക്ക് ഇപ്പം കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ യാതൊരുവിധ പ്രകോപനം ഉണ്ടാക്കാൻ വന്നില്ല. ഒരു നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓഫീസ് അവിടെ നിന്ന് പൊടുന്നനെ ആരുമായിട്ട് ധാരണ ഉണ്ടാക്കാതെ എടുത്തുകൊണ്ട് പോയാൽ സ്വാഭാവികമായി ബഹുജനങ്ങൾക്ക് പ്രതിഷേധവും പ്രക്ഷോഭമൊക്കെ ഉണ്ടാകും. ഇന്ന് രാവിലെ ഉദ്യോഗസ്ഥർ പോലീസ് സഹായത്തോടെ എത്തി ഓഫീസിലെ ഫർണിച്ചർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവിടെ ഒന്നും കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു. ഇതറിഞ്ഞ മുനിസിപ്പൽ ജനപ്രതിനിധികളും CPM, CPI, കോൺഗ്രസ്, കേരള കോൺഗ്രസ്, BJP നേതാക്കളും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളും സ്ഥലത്തെത്തുകയായിരുന്നു. പ്രതിഷേധത്തിനൊടുവിൽ ഇടുക്കി താലൂക്കിലെ ഓഫീസ് കട്ടപ്പനയിൽ പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ്
പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. ഓഫീസിൽ നിന്നും ഇറക്കിയ ഫർണിച്ചറുകൾ ഉൾപ്പെടെ തിരിച്ച് ഓഫീസിൽ കയറ്റി പൂട്ടുകയും ചെയ്തു. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കട്ടപ്പന, വണ്ടമേട്, നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വൻ പോലീസ് സന്നാഹവും സ്ഥലത്തെത്തിയിരുന്നു. പുഴയിൽ ചാടിയ ദമ്പതികളിൽ ഒരാളുടെ മൃതദേഹം മൂന്നാർ ഹെഡ്വർക്സ് ഡാമിൽ പൊങ്ങിയെങ്കിലും പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. ഫയർഫോഴ്സും പോലീസും എത്തും മുമ്പ് തന്നെ മൃതദേഹം മുതിരപ്പുഴയാറിലൂടെ ആറ്റുകാടിലേക്ക് ഒഴുകിപ്പോയി. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് കുടുംബവഴക്കിനെ തുടർന്ന് ദമ്പതികൾ 6 മാസം പ്രായമുള്ള കുട്ടിയുമായി പെരിയവാര ആറ്റിൽ ചാടിയത്. കാലവർഷത്തിൽ പുഴയിൽ ഒഴുക്ക് ശക്തമായത് രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായി. വെള്ളം കുറയാതെ മൃതദേഹം കണ്ടെത്താൻ കഴിയില്ലെന്ന് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തു. ഇതിനിടെയാണ് ഇന്ന് രാവിലെയോടെ ദമ്പതികളിൽ ഒരാളായ വിഷ്ണുവിന്റെ മൃതദേഹം പഴയ മൂന്നാറിലെ ഹെഡ്വർക്സ് ജലാശയത്തിൽ പൊങ്ങിയത്. 15 മിനിറ്റോളം ജലാശയത്തിൽ ഒഴുകി നടന്ന മൃതദേഹം പുറത്തെടുക്കാൻ പോലീസും ഫയർഫോഴ്സും എത്തിയെങ്കിലും വെള്ളത്തിലെ ചുഴിയിൽപ്പെട്ട് ആറ്റുകാട് വെള്ളച്ചാട്ടത്തിലേക്ക് ഒഴുകിപ്പോവുകയായിരുന്നു. തുടർന്ന് അധികൃതർ ആറ്റുകാട് വെള്ളച്ചാട്ടത്തിൽ തിരച്ചിൽ നടത്താൻ ശ്രമിച്ചെങ്കിലും ശക്തമായി വെള്ളം ഒഴുകുന്നതിനാൽ നടന്നില്ല. ഭാര്യ ശിവരഞ്ജനിയുടെയും കുട്ടിയുടെയും മൃതദേഹം കണ്ടെത്തിയിട്ടില്ല. നെടുങ്കണ്ടം കിഴക്കേക്കവല കരുണ ആശുപത്രി റോഡ് തകർന്നു. റോഡിലെ കുഴികൾ വെള്ളക്കെട്ടുകളായി മാറിയതോടെ വാഹന ഗതാഗതം ദുഷ്കരമായി. നെടുങ്കണ്ടം ടൗണിലെ പ്രധാന ലിങ്ക് റോഡുകളിലൊന്നാണ് കിഴക്കേക്കവല കരുണ ആശുപത്രി റോഡ്. KSCB, ഫയർ സ്റ്റേഷൻ, സ്റ്റേഡിയം, ആശുപത്രി, ടൗൺ ഹാൾ, KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ, NCC ബറ്റാലിയൻ തുടങ്ങി വിവിധ സ്ഥാപനങ്ങൾ ഈ റോഡിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. യഥാസമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറായില്ല. സ്റ്റേഡിയത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന ഉറവവെള്ളവും മഴവെള്ളവും റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത്. വെള്ളം ഒഴുകിപ്പോകാൻ മതിയായ സംവിധാനം ഒരുക്കാത്തതാണ് റോഡിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടാൻ ഇടയാക്കിയത്. വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന മണലും റോഡിൽ അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണുള്ളത്. ആശുപത്രിയിലേക്ക് രോഗികളുമായി പോകുന്ന വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ ദിവസേന ആശ്രയിക്കുന്ന റോഡാണിത്. നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ദിവസേന ഇതുവഴി സ്കൂളുകളിലേക്ക് പോകുന്നത്. റോഡ് അടിയന്തരമായി ഗതാഗതയോഗ്യമാക്കണമെന്നും താൽക്കാലികമായി പാറപ്പൊടി നിക്ഷേപിച്ച് വാഹന ഗതാഗതത്തിന് സൗകര്യമൊരുക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഉപ്പുതറ വളകോട് മുത്തമ്പടിയിൽ വൈദ്യുതി ലൈനുകൾ അപകട ഭീഷണി ഉയർത്തുന്നു. മരങ്ങൾക്കിടയിലൂടെയാണ് അപകടം വിതച്ച് വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത്. ഉപ്പുതറ മുത്തമ്പടിയിൽ മെയിൻ റോഡിന് സമീപത്തുകൂടി കടന്നുപോകുന്ന 3 ഫേസ് ലൈനുകളാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. മരത്തിന് നടുവിലൂടെയാണ് ലൈനുകൾ കടന്നുപോകുന്നത്. മഴ പെയ്യുമ്പോൾ വൈദ്യുതി ലൈനുകൾ കൂട്ടിമുട്ടി തീ ചിതറുന്നത് പതിവാണ്. ഇതിപ്പം ഒരു കാറ്റടിച്ച് കഴിയുമ്പോഴത്തേനും ലൈന് കറണ്ട് ഇല്ലാതെ പോവുക, തീ കത്തി താഴെ വീഴുക. മഴയുള്ളപ്പോൾ മരത്തിന് സമീപത്തുകൂടി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. മരത്തിന്റെ ചില്ലകൾ വെട്ടണമെന്ന് അധികൃതരോട് പറഞ്ഞെങ്കിലും നടപടികളൊന്നും ഉണ്ടായില്ല. ലൈൻ ഓഫ് ചെയ്തു തന്നാൽ നാട്ടുകാർ തന്നെ മരം വെട്ടാമെന്ന് അറിയിച്ചെങ്കിലും അധികൃതർ വഴങ്ങിയില്ലെന്നാണ് ആരോപണം. ഇവിടെ അതുപോലെ തന്നെ ഈ മരത്തിനിടയിൽ കൂടെ ലൈൻ കിടക്കുന്നത്, അത് രാത്രി ആകുമ്പോഴത്തേക്ക് ഇത് കാറ്റടിച്ച് വെച്ച് തീ കത്തിയിട്ട് റോഡിലോട്ട് വീഴും. ഇവിടെ ഒരു മനുഷ്യന് നിൽക്കാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. മാസങ്ങളായിട്ട് അവരോട് വിളിച്ചു പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അവരോട് ഓഫാക്കി തരാമോ, ഞങ്ങൾ വെട്ടിക്കോളാന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല. ഇലക്ട്രിസിറ്റിയുടെ വണ്ടി ഇതിലേ വരും, അന്നേരം അവർ വെട്ടിക്കോളൂ എന്ന് പറഞ്ഞു. ഇതിലെ ഞങ്ങൾക്ക് വഴിയെ പോലും നടക്കാൻ മേലാത്ത അവസ്ഥ. ആ കേബിൾ ഇപ്പോൾ റോട്ടിൽ കിടക്കുക. സ്കൂൾ കുട്ടികളടക്കം കടന്നുപോകുന്ന റോഡരികിലാണ് അപകട ഭീഷണി ഉയർത്തി വൈദ്യുതി ലൈൻ സ്ഥിതി ചെയ്യുന്നത്. ഒരു സർവീസ് വയർ പൊട്ടി വീണിട്ട് 2 ദിവസമായി. ഇത് റോഡരികിൽ കിടക്കുകയാണ്. അടിയന്തരമായി വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അപകടകരമായ ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മഴ ശക്തമായതോടെ ഇടുക്കി ജലാശയത്തിന്റെ ഭാഗമായ അയ്യപ്പൻകോവിൽ ജലസമൃദ്ധമായി. ഇവിടേക്കുള്ള വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ അയ്യപ്പൻകോവിൽ തൂക്കുപാലം കൂടുതൽ അപകടാവസ്ഥയിലാണ്. ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നതോടെ അയ്യപ്പൻകോവിൽ ജലസമൃദ്ധമായി. അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിന് സമീപമുള്ള 2 പാലങ്ങളും വെള്ളത്തിനടിയിലായി. ഇടുക്കി ജലാശയത്തിൽ വനത്തിനും പുൽമേടുകൾക്കും നടുവിലായി വെള്ളം പരന്നൊഴുകുന്നത് കാണാൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. എന്നാൽ തൂക്കുപാലത്തിൽ കയറുന്നവർക്ക് പാലത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അറിയില്ല. 2013 നിർമ്മിച്ച തൂക്കുപാലം ഇപ്പോൾ അപകടാവസ്ഥയെ നേരിടുകയാണ്. കൈവരികൾ തുരുമ്പെടുത്തും നശിച്ചും നട്ടുകളും ബോൾട്ടുമെല്ലാം അയഞ്ഞും വലിയ അപകടാവസ്ഥയിലായ പാലത്തിൽ കയറി നിന്നാണ് സന്ദർശകർ അയ്യപ്പൻകോവിലിന്റെ മനോഹാരിത നുകരുന്നത്. 2013 പൂർത്തീകരിച്ചിരിക്കുന്ന ഈ പാലം ഏകദേശം ഇപ്പം 5 വർഷത്തോളം ആയിട്ടുള്ളൂ. അതിനിപ്പുറം തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലുള്ള അപാകതയാണോ എന്തൊന്നും അറിയില്ല. നട്ടുബോൾട്ടുകളും പാലത്തിന്റെ കൈവരികളും അതുപോലെ തന്നെ റോപ്പുകളും ഒക്കെ അപകടാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. അതുപോലെ തന്നെ അതിന്റെ ഫില്ലർ കാര്യങ്ങളൊക്കെ ഡാമിലെ വെള്ളം ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചതുപ്പായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് അത് കൂടുതലൊരു അപകടാവസ്ഥയിലേക്ക് വന്നിരിക്കുകയും അത് തുടർന്ന് നാം കണ്ടതിൽ വെച്ചിരിക്കുന്ന ഒരു വൻ ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പ്രത്യേകം ഗവൺമെന്റിനെ ബോധിപ്പിക്കുകയാണ്.
പാലം അപകടാവസ്ഥയിലായിട്ടും അധികൃതരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. മഴക്കാലത്ത് അക്കരെ ഇക്കരെ കടക്കാൻ പ്രദേശവാസികൾക്ക് സൗകര്യമുണ്ടായിരുന്നില്ല. വള്ളത്തിലും ചങ്ങാടത്തിലുമായിരുന്നു ഇടുക്കി ജലാശയം മുറിച്ചു കടന്നിരുന്നത്. ഇവിടെ പല അപകടങ്ങളും ഉണ്ടാവുകയും ചെയ്തു. ഇതേ തുടർന്നാണ് അയ്യപ്പൻകോവിലിൽ തൂക്കുപാലം നിർമ്മിച്ചത്. അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. എന്നാൽ പാലത്തിന്റെ ഉടമസ്ഥാവകാശം ഒരു പഞ്ചായത്തിനും നൽകിയിട്ടില്ല. ഇതോടെ പാലത്തിന്റെ അറ്റകുറ്റപ്പണികളും മുടങ്ങി. അടിയന്തരമായി പാലത്തിന് അറ്റകുറ്റപ്പണി നടത്തി അപകടാവസ്ഥ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി അട്ടിമറിച്ചു. ഇടുക്കി ജില്ലയിലെ ആദിവാസികളായ ഗുണഭോക്താക്കൾ അറിയാതെ ഗ്യാസ് ഏജൻസികൾ സൗജന്യ പാചകവാതക കണക്ഷൻ തട്ടിയെടുക്കുന്നതായാണ് ആരോപണമുയർന്നിരിക്കുന്നത്. രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ആളുകളുടെ അടുക്കളകളിൽ പാചകവാതകം ലഭ്യമാക്കണമെന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഗ്യാസ് ഏജൻസികൾ അട്ടിമറിച്ചിട്ടുള്ളത്. പദ്ധതിയിൽപ്പെട്ട ഗുണഭോക്താക്കൾ അറിയാതെ ഇവരുടെ റേഷൻ കാർഡിലെ വിവരങ്ങളും മറ്റ് രേഖകളും ശേഖരിച്ച് പുതിയ കണക്ഷൻ ഉണ്ടാക്കിയാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പെട്ടിമുടി ആദിവാസി കുടിയിലെ ST പ്രൊമോട്ടറായ ശാരദ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം പാചകവാതകത്തിന് അപേക്ഷിച്ചപ്പോഴാണ് തന്റെ പേരിൽ മറ്റാരോ കണക്ഷൻ എടുത്തതായി അറിയുന്നത്. ഞാൻ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയിൽ ഉൾപ്പെടുത്തിയിട്ട് ഗ്യാസിന് അപേക്ഷ വെച്ചിരുന്നു. ഭാരത് ഗ്യാസിലാണ് അപേക്ഷ കൊടുത്തിരുന്നത്, അടിമാലി ഭാരത് ഗ്യാസിൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് കുറേ നാളായിട്ട് ഇത് കിട്ടിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ആ ഓഫീസിൽ ചെന്ന് അന്വേഷിക്കുമ്പം എൻ്റെ റേഷൻ കാർഡ് വെച്ചിട്ട് ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിലവിൽ ഞാൻ റേഷൻ കാർഡ് വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ടില്ല, ഗ്യാസ് എടുത്തിട്ടില്ല ഇതുവരെ. പക്ഷെ ആരാണത് ഉപയോഗിക്കുന്നതെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. അതുമാത്രമല്ല, എൻ്റെ റേഷൻ കാർഡിൽ ഗ്യാസ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽസും തന്നെ ഇല്ലേ ഞാനും. അപ്പം അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ നിരവധി ആദിവാസികളുടെ പേരിൽ ഇത്തരത്തിൽ ഗ്യാസ് ഏജൻസികൾ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ ശേഖരിച്ച് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. സാധാരണ ഗാർഹിക ഉപഭോക്താക്കളിൽ നിന്നും 14 കിലോഗ്രാം പാചകവാതകത്തിന് 750 രൂപ സബ്സിഡി ഇല്ലാതെ വാങ്ങുമ്പോൾ ഉജ്ജ്വൽ പദ്ധതി പ്രകാരം പാചകവാതകം ലഭിക്കുന്നത് തികച്ചും സൗജന്യമാണ്. രാജ്യത്ത് 24 കോടിയിലധികം കുടുംബങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ 10 കോടിയോളം വരുന്ന കുടുംബങ്ങളിൽ മാത്രമാണ് പാചകവാതകം ഉപയോഗിക്കുന്നത്. പ്രധാനമന്ത്രി ഉജ്ജ്വല പദ്ധതി പ്രകാരം ഇതുവരെ 5 കോടിയോളം കുടുംബങ്ങളിൽ പുതിയ പാചകവാതക കണക്ഷൻ നൽകിയെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന കണക്ക്. നെടുങ്കണ്ടത്ത് പനിബാധയെ തുടർന്ന് മധ്യവയസ്കൻ മരിച്ചു. നെടുങ്കണ്ടം പരിവർത്തനമേട് വട്ടമലയിൽ VV പ്രസാദാണ് മരിച്ചത്. പനി ബാധിച്ചതിനെ തുടർന്ന് 4 ദിവസം മുമ്പാണ് പ്രസാദിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും പനി കൂടിയതിനെ തുടർന്ന് വീണ്ടും നെടുങ്കണ്ടത്തെ ആശുപത്രിയിൽ എത്തിക്കുകയും ന്യൂമോണിയ കടുത്തതോടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരുന്നു. മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ ലഭ്യമാക്കിയെങ്കിലും വൈകിട്ടോടെ മരണം സംഭവിച്ചു. 54 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കട്ടപ്പനയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി. കട്ടപ്പന വള്ളക്കടവ് കീരിക്കാട്ട് അനിൽകുമാറിനാണ് മർദ്ദനമേറ്റത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് സംഘർഷമുണ്ടായത്. കട്ടപ്പന ഗുരുമന്ദിരൻ റോഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തമ്മിൽ ഓട്ടം പോകുന്നതുമായി ബന്ധപ്പെട്ടാണ് വാക്കുതർക്കമുണ്ടാകുകയും പിന്നീട് സംഘർഷത്തിലേക്ക് എത്തുകയും ചെയ്തത്. സ്റ്റാൻഡിലെ മറ്റൊരു ഡ്രൈവറും സുഹൃത്തും ചേർന്ന് തന്നെ മർദ്ദിക്കുമായിരുന്നുവെന്ന് അനിൽകുമാർ പറഞ്ഞു. അനിൽകുമാർ പോലീസ് സ്റ്റേഷനിലെത്തുകയും പിന്നീട് ആശുപത്രിയിൽ പ്രവേശിക്കുകയുമായിരുന്നു. വള്ളക്കടയിൽ നിന്ന് ഫ്രീ ആയിട്ട് പെൺപിള്ളേരെ കട്ടപ്പനയെ കൊണ്ടുവിടുന്നു. 10 രൂപ റേറ്റിൽ കട്ടപ്പനയെ കൊണ്ടുവിടുന്നു. ഇതിൻ്റെ ആവശ്യം നിനക്കെന്ന? ഞങ്ങളൊക്കെ സ്റ്റാൻഡിന് വേണ്ടി ശരിക്കും കഷ്ടപ്പെട്ട വ്യക്തികളാണ്, അങ്ങനെ ഓടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വണ്ടിയൊന്ന് വലിച്ചു അടിച്ച് കല്ലിന് മുഖത്തോട്ട് ഇടിക്കുമായിരുന്നു. സംഘർഷത്തിൽ അനിലിന്റെ നെറ്റിക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷയുടെ ചില്ല് തകർത്തതായും അനിൽകുമാർ പറഞ്ഞു. അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് BJP കട്ടപ്പന മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. BJP സംസ്ഥാന സമിതി അംഗം PA വേൽക്കുട്ടൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് VS രതീഷ്, സെക്രട്ടറി KN പ്രകാശ്, തങ്കച്ചൻ പുരയിടം, MN മോഹൻദാസ്, ജയകുമാർ തുടങ്ങിയവർ ആശുപത്രിയിലെത്തി അനിൽകുമാറിനെ സന്ദർശിച്ചു. സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി വട്ടവട ഗ്രാമപഞ്ചായത്തിന്റെ മോഡൽ വില്ലേജ് പദ്ധതി. പഞ്ചായത്തിൽ ഏറെ പിന്നോക്കം നിൽക്കുന്ന SC വിഭാഗത്തിൽപ്പെട്ടവരുടെ പാർപ്പിടം അടക്കമുള്ള വികസനം ലക്ഷ്യമിട്ട് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്.
പതിറ്റാണ്ടുകളായി കർഷക തൊഴിലാളികളായി അടിമകളെപ്പോലെ പണിയെടുക്കുന്ന എസ് സി വിഭാഗത്തിൽപ്പെട്ട സമുദായക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് പഞ്ചായത്ത് പ്രൊജക്ട് തയ്യാറാക്കി സമർപ്പിച്ചത്. ഇവർക്ക് വേണ്ടി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത മോഡൽ വില്ലേജ് പദ്ധതി സംസ്ഥാന സർക്കാർ മറ്റ് ജില്ലകളിലും നടപ്പിലാക്കുന്നതിനും ആലോചിക്കുന്നുണ്ട്. മോഡൽ വില്ലേജിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ വീട്, ഇവിടെ തന്നെ കുട്ടികൾക്കായി അംഗൻവാടി, പ്രായമായവർക്ക് വിശ്രമത്തിനും വിനോദത്തിനും ആവശ്യമായ സൗകര്യം, വായനശാല, കമ്മ്യൂണിറ്റി ഹാൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും വില്ലേജിലുണ്ടാകും. ചക്കിളി വിഭാഗത്തിൽപ്പെട്ട 235 കുടുംബങ്ങളാണ് വട്ടവട പഞ്ചായത്തിലുള്ളത്. ഇതിൽ 104 കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ മോഡൽ വില്ലേജിൽ വീട് നൽകുന്നത്. ഇതിനായി 2 ഏക്കർ സ്ഥലത്ത് 450 സ്ക്വയർ ഫീറ്റിലുള്ള എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ വീടുകളാണ് നിർമ്മിക്കുന്നത്. ആകെ 234 കുടുംബങ്ങളാണ് ഈ വിഭാഗത്തിൽപ്പെട്ടവരുള്ളത്. അതിൽ 114 പേർക്കാണ് ആദ്യം എന്നുള്ളതിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ മോഡൽ വില്ലേജിൽ കൂടി. അതിനകത്ത് 2 ബെഡ്റൂമും ഹാളും സിറ്റൗട്ടും ബാത്റൂം അറ്റാച്ച് അടക്കമുള്ള എല്ലാം തന്നെ ഉണ്ടാവും. ഈ മാതൃകാ ഗ്രാമത്തിനകത്ത് വീടുകൾ മാത്രമല്ല, ഈ പ്രായം കൂടിയവർക്ക് നിൽക്കാനുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സും അതുപോലെ നമ്മുടെ ഈ ചിൽഡ്രൻസ് പാർക്ക് അടക്കം എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള ഒരു ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട്, MP, MLA, മറ്റ് വിവിധ വകുപ്പുകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് മോഡൽ വില്ലേജ് നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ രീതിയിൽ നടപ്പിലാക്കുന്ന മോഡൽ വില്ലേജ് പദ്ധതി സംസ്ഥാനത്തെ മറ്റു ജില്ലകളിലും നടപ്പിലാക്കുന്നതിനുള്ള ആലോചനയും സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട്. കട്ടപ്പന പാറക്കടവിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. 1 മാസം നീണ്ടു നിൽക്കുന്ന രാമായണ പാരായണമാണ് നടക്കുന്നത്. കട്ടപ്പന പാറക്കടവിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന രാമായണ മാസാചരണത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. മാസാചരണത്തിന്റെ ഉദ്ഘാടനം MP ശശി മുല്ലക്കലിന്റെ ഭവനത്തിൽ വെച്ച വിധുവ സോമൻ, PV മനോജ്, പ്രവീൺ പട്ടമല, വിശ്വനാഥൻ വണ്ടാനത്ത്, രാമകൃഷ്ണൻ വെള്ളക്കല്ലേൽ, AR ബിജു ആഞ്ഞിൽശ്ശേരി, PM വിക്രമൻ, PB സുഭാഷ്, V ഗോവിന്ദൻ, കുഞ്ഞുമണിയമ്മ അമ്പളിവിലാസം, സോദരിയമ്മ പനക്കൽ, ശാന്തമ്മ പീതാംബരൻ, PB വിജയൻ, VR സതീഷ്, KV ഷാജി എന്നിവർ ചേർന്നാണ് നിർവഹിച്ചത്. വിവിധ ഹൈന്ദവ സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് 1 മാസം നീണ്ടു നിൽക്കുന്ന രാമായണ മാസം സംഘടിപ്പിച്ചിരിക്കുന്നത്. കാഞ്ചിയാർ ലബ്ബക്കട NSS കരയോഗത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. എല്ലാ ദിവസവും വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെയാണ് കരയോഗ മന്ദിരത്തിൽ രാമായണ പാരായണം നടത്തുന്നത്. കാഞ്ചിയാർ ലബ്ബക്കട ശാസ്ത്രവിലാസം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് രാമായണ മാസാചരണം നടത്തുന്നത്. കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും വിപുലമായ രീതിയിലാണ് രാമായണ മാസാചരണം നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഈ വർഷവും കരയോഗ മന്ദിരത്തിൽ ചടങ്ങിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെയാണ് രാമായണ പാരായണം. കരയോഗത്തിന് കീഴിലുള്ള മുഴുവൻ കുടുംബങ്ങളിലെയും അംഗങ്ങൾ രാമായണ പാരായണത്തിൽ പങ്കുചേരുന്നു. കൂടാതെ ഈ ദിവസങ്ങളിൽ കരയോഗ ഭവനങ്ങളിലും രാമായണ പാരായണം നടത്തും. കരയോഗത്തിലെ വനിതാ സമാജം, കരയോഗ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. യൂത്ത് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി വിതരണം ആരംഭിച്ചു. DCC വൈസ് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം നിർവഹിച്ചു. കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുമ്പോൾ അത് ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു നവചൈതന്യം രാമായണ പാരായണത്തിലൂടെ മനുഷ്യനാർജിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ആയുർവേദ ചികിത്സകളെല്ലാം നടക്കുന്നത് കർക്കിടക മാസത്തിലാണ്. കർക്കിടക മാസത്തിലാണ് ആയുർവേദ ചികിത്സകൾ ശരീരത്തിന് ഏറ്റവും ഗുണപ്രദമായി അനുഭവപ്പെടുന്ന ഒരു വർഷത്തിലെ ഒരു കാലഘട്ടമാണ് കർക്കിടക മാസം. കർക്കിടകം 1 മുതൽ 31 വരെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് യൂത്ത് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് സൗജന്യ ഔഷധക്കഞ്ഞി വിതരണം നടക്കുന്നത്. വിതരണത്തിന്റെ ആദ്യ ഉദ്ഘാടനം DCC വൈസ് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് പ്രസിഡന്റ് ബിജോ മാണിക്ക് നൽകി നിർവഹിച്ചു. ഉദ്ഘാടന യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സജീവ് കൈസ് അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി TS ബേബി മുഖ്യപ്രഭാഷണം നടത്തി. പ്രശാന്ത് രാജു, ജോയ് ആനത്തോട്ടം, സിബി പാർപ്പായി, CM തങ്കച്ചൻ, ബാബു പുളിക്കൽ, ഫ്രാൻസിസ് ദേവസ്യ, ജോജി ജോസഫ്, സെബിൻ എബ്രഹാം, ആനന്ദ് തോമസ്, അലൻ പുളിക്കൽ, അലൻ ബേബി, അലൻ പാർത്താഴ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടികൾക്ക് വരുൺ, ഫെബിൻ, ഷിബിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന വെട്ടിക്കുഴക്കവല ഭാഗത്ത് 3 ദിവസമായി മുടങ്ങിയ വൈദ്യുതി KSEB പുനഃസ്ഥാപിച്ചു. പ്രതികൂല കാലാവസ്ഥ അവഗണിച്ചും ജോലിയിൽ കർമ്മനിരതരാവുകയാണ് KSEB ജീവനക്കാർ. പ്രതികൂല കാലാവസ്ഥയിലും നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കുന്നവരാണ് വൈദ്യുതി വകുപ്പ് ജീവനക്കാർ. കട്ടപ്പന ഇലക്ട്രിക് സെക്ഷനിൽ നിന്ന് മാത്രം കാലവർഷക്കെടുതി നേരിടാൻ 5 ടീമുകളെയാണ് നിയോഗിച്ചിരിക്കുന്നത്.
ഓഫീസ് സ്റ്റാഫും 2 വിങ് കോൺട്രാക്ടർമാരുമാണ് മഴ വകവയ്ക്കാതെ ജോലി ചെയ്യുന്നത്. എന്നാൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ കണ്ടുപിടിച്ച് പരിഹരിക്കാനാണ് ഏറെ ബുദ്ധിമുട്ട്. അപ്പോൾ ഈ മരം വീഴ്ച കൊണ്ട് തന്നെ മരം വീഴുന്നുണ്ട്, കമ്പി പൊട്ടുന്നുണ്ട്. അത് നമുക്ക് എത്ര ഓടി നടന്നിട്ടും നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് വരുന്നത്. എന്നാലും നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ ഒരു വലിയ മരമാണ് ഇപ്പോൾ നമ്മൾ വെട്ടി മാറ്റിയത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 11 kV നിർത്തുന്നത്. ആളുകൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെന്നറിയാം. പക്ഷേ എങ്കിലും ഞങ്ങളെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഹൈറേഞ്ച് മേഖലയിൽ 11 kV ലൈനുകളിൽ ഉൾപ്പെടെ മരങ്ങൾ വീഴുന്നതാണ് വൈദ്യുതി തടസ്സമുണ്ടാകാൻ പ്രധാന കാരണം. കട്ടപ്ര വെട്ടിക്കുഴക്കവല ഭാഗങ്ങളിൽ കഴിഞ്ഞ 3 ദിവസമായി വൈദ്യുതി മുടക്കമായിരുന്നു. ഇതോടെ ജനങ്ങൾ ഏറെ ദുരിതത്തിലുമായിരുന്നു. 11 kV ലൈനിൽ മരം മുട്ടിനിന്നതാണ് വൈദ്യുതി മുടങ്ങാൻ കാരണം. എന്നാൽ ഇത് കണ്ടുപിടിച്ച് KSEB ജീവനക്കാർ മരം വെട്ടിമാറ്റി വൈദ്യുതി പുനഃസ്ഥാപിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനം നിറയെ ടീച്ചേഴ്സ് ജ്വല്ലറി 68 years of service. വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി തന്റെ കടയിൽ ലൈബ്രറി ഒരുക്കിയിരിക്കുകയാണ് നെടുങ്കണ്ടം സ്വദേശി ഷിജുകുമാർ. നെടുങ്കണ്ടം ടൗണിലുള്ള ഷിജുകുമാറിന്റെ കണ്ണട കടയിലാണ് 1000-ഓളം പുസ്തക ശേഖരമുള്ള ലൈബ്രറി ഒരുക്കിയിരിക്കുന്നത്. വളർന്നുവരുന്ന പുതിയ തലമുറ നവമാധ്യമങ്ങളിലൂടെയാണ് വായനയുടെ ലോകത്തേക്ക് എത്തുന്നത്. അറിവിന്റെ ഉറവിടങ്ങളായ പുസ്തകങ്ങൾ അലമാരകളിൽ ഉറങ്ങുകയാണ്. വായനാ ദിനത്തിൽ മാത്രമാണ് പലരും വായനയെക്കുറിച്ച് ഓർമ്മിക്കുന്നത് തന്നെ. ഈ കാലത്താണ് പുതിയ തലമുറയെ പുസ്തക വായനയുടെ ലോകത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാനായി തന്റെ കടയിൽ ഷിജുകുമാർ ലൈബ്രറി ഒരുക്കിയിരിക്കുന്നത്. രണ്ടു വർഷം മുമ്പാണ് നെടുങ്കണ്ടം സ്വദേശിയായ മംഗലശ്ശേരിയിൽ ഷിജുകുമാർ നെടുങ്കണ്ടം ടൗണിലെ സിഗ്മ എന്ന തന്റെ കണ്ണടക്കടയിൽ ലൈബ്രറി ആരംഭിക്കുന്നത്. ചെറുപ്പം മുതൽ വായനയെ ഏറെ സ്നേഹിച്ചിരുന്ന ഇദ്ദേഹത്തിന്റെ ഈ കൊച്ചു ലൈബ്രറിയിൽ 1000-ഓളം പുസ്തകങ്ങളാണുള്ളത്. കഥ, കവിത, ജീവചരിത്രം, നോവലുകൾ, വിവിധ മതഗ്രന്ഥങ്ങൾ, കുട്ടികൾക്ക് പഠനത്തിന് സഹായകരമായ പുസ്തകങ്ങൾ എല്ലാം ഇവിടെയുണ്ട്. വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ലൈബ്രറിയിൽ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ പുസ്തകമെടുക്കാൻ എത്തുന്നുണ്ടെന്ന് ഷിജുകുമാർ പറയുന്നു. നമ്മുടെ ഇപ്പോഴത്തെ തലമുറ കുട്ടികൾ പുസ്തകവും അല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്നുള്ള അറിവ് വളരെ കുറച്ച് മാത്രമേ അവർക്കുള്ളൂ. അപ്പോൾ എൻ്റെ ഷോപ്പിൽ കണ്ണട എടുക്കാൻ വരുന്ന ആളുകൾക്ക് ചുമ്മാ എങ്കിലും നമ്മുടെ പുസ്തകം എടുത്ത് നോക്കുകയും അങ്ങനെ അത് വെളിയിൽ പോയി പറയുകയും അതുപോലെ തന്നെ സ്കൂൾ കോളേജ് കുട്ടികൾ ഇവിടെ അവരുടെ ഒരു എന്താ പറയുക റെഫറിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ വരികയും അങ്ങനൊരു പുസ്തകം വായിക്കാനൊരു സാഹചര്യം കൂടുതൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. വരും നാളുകളിൽ കൂടുതൽ പുസ്തകം എത്തിച്ച് പൊതുജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ ലൈബ്രറി വിപുലപ്പെടുത്താനുള്ള പ്രവർത്തനവും നടന്നുവരികയാണ്. പൊതുപ്രവർത്തകൻ കൂടിയായ ഷിജുകുമാർ ഒപ്റ്റിക്കൽ അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി കൂടിയാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മനം നിറയെ ടീച്ചേഴ്സ് ജ്വല്ലറി 68 years of service. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനം നിറയെ ടീച്ചേഴ്സ് ജ്വല്ലറി. പുറ്റടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന കാർഡമം പ്ലാന്റേഴ്സ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 378, വിൽപ്പനയ്ക്ക് വന്നത് 73,345, വിൽപ്പന നടന്നത് 73,345, കൂടിയ വില 1,353, ശരാശരി വില 1,033. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 300 രൂപ, ഏലം കൂടിയ വില 1,040, ശരാശരി 980. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 117 രൂപ, ഗ്രാമ്പൂ 700 രൂപ, കൊക്കോ 40 രൂപ, റബ്ബർ 125 രൂപ. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 2,775 രൂപ, വെള്ളി ഗ്രാമിന് 60 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ടീച്ചേഴ്സ് ജ്വല്ലറി 68 years of service. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർക്ക്.
സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. മുല്ലപ്പെരിയാർ ഉപസമിതി അംഗങ്ങൾ അണക്കെട്ടിൽ സന്ദർശനം നടത്തി. ജലനിരപ്പ് 142 അടിയാക്കി ഉയർത്തുമെന്ന് തമിഴ്നാട് പ്രതിനിധികൾ. ജനങ്ങളുടെ സുരക്ഷ കേരളത്തിന്റെ ഉത്തരവാദിത്വമാണെന്നും തമിഴ്നാട്. ഇടുക്കി ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. വ്യാജ അവധി പ്രചരണങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ ജീവൻ ബാബു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ആനിയമ്മ ജോസഫ് രാജിവെച്ചു. രാജി UDF ധാരണ പ്രകാരം. ഇനിയുള്ള 2.5 വർഷം പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിന്. കട്ടപ്പനയിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൽ നിന്നും ഉപകരണങ്ങൾ നീക്കം ചെയ്യാനുള്ള ഉദ്യോഗസ്ഥരുടെ നീക്കം പൗരസമിതി തടഞ്ഞു. ഇടുക്കി താലൂക്കിന്റെ ഓഫീസ് കട്ടപ്പനയിൽ നിലനിർത്തുമെന്ന് സർക്കാർ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.